നമസ്കാരം കുട്ടികളെ. ഇന്ന് നമ്മൾ അമൃതലാൽ വേഗഡിന്റെ റെയിൻ ബസേരിയമേം എന്ന യാത്രാവിവരണം ചുരുക്കിയാണ് പഠിക്കാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ തീരെ തീരെ നർമ്മദ എന്ന സമാഹാരത്തിലെ ഈ ഭാഗം നർമ്മദാ നദിയിലൂടെയുള്ള കാൽനടയാത്രയിലെ അനുഭവങ്ങളാണ്. എഴുത്തുകാരൻ അമൃതലാൽ വേഗഡ്, 1928-2018. നർമ്മദാ നദിക്കുവേണ്ടി ജീവിതം സമർപ്പിച്ച ചിത്രകാരനും എഴുത്തുകാരനുമാണ് വേഗഡ്ജി. ശാന്തിനികേതനിൽ കല പഠിച്ച അദ്ദേഹം സൗന്ദര്യ കീ നദി നർമ്മദ, അമൃതസ്യ നർമ്മദ തുടങ്ങിയ പ്രശസ്ത കൃതികൾ രചിച്ചു. നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. പാഠഭാഗം റെയിൻ ബസേരിയമേം. 1997 ഒക്ടോബർ 11 തന്റെ സഹായിയായ ചോട്ടുവിനോടൊപ്പം നടത്തിയ ഒരു കാൽനടയാത്രയിലെ അനുഭവങ്ങളാണ് ഈ പാഠം. പ്രധാന സംഭവങ്ങൾ: രാത്രിയിലെ ആകാശം. അമാവാസി രാത്രിയിൽ ആകാശത്തിലെ നക്ഷത്രങ്ങളെ വെളുത്ത എള്ളിനോടാണ് എഴുത്തുകാരൻ ഉപമിക്കുന്നത്. പകലാകാശത്തെ ഹൗസ് ഓഫ് ലോർഡ് എന്നും രാത്രിയെ ഹൗസ് ഓഫ് കോമൺസ് എന്നും അദ്ദേഹം വിശേഷിപ്പിക്കുന്നു. യാത്രയിലെ വെല്ലുവിളികൾ. ദുർഘടമായ വഴികളിലൂടെയുള്ള യാത്രയ്ക്കിടെ മഴയുടെ ഭീഷണി കാരണം അവർക്ക് പഥോഡ ഗ്രാമത്തിൽ തങ്ങേണ്ടിവന്നു. ക്ഷേത്രത്തിലെ അഭയം. ഗ്രാമത്തിലെ ഒരു അപ്രതിഷ്ഠിത ക്ഷേത്രത്തിന്റെ വരാന്തയിൽ പൂജാരിയുടെ സഹായത്തോടെ അവർക്ക് അഭയം ലഭിച്ചു. ഇതാണ് അവരുടെ റെയിൻ ബസേര, അതായത് രാത്രി തങ്ങാനുള്ള സ്ഥലം. ഭക്ഷണവും മഴയും. ചോട്ടു പുറത്തു ഭക്ഷണം പാചകം ചെയ്യുന്നതിനിടെ മഴ പെയ്തു. കർഷകർക്ക് നഷ്ടമുണ്ടാക്കിയ ആ മഴയിലും അവർ എങ്ങനെയോ ഭക്ഷണം പാചകം ചെയ്തു. അപരിചിതനായ വ്യക്തി. രാത്രിയിൽ എഴുത്തുകാരൻ ഒരു ഭ്രാന്തനായ വൃദ്ധനെ കണ്ടുമുട്ടി. അയാൾ സ്വയം ഒരു CID ഇൻസ്പെക്ടറായി പരിചയപ്പെടുത്തി. അവരെ ഭീഷണിപ്പെടുത്തി. അവരുടെ സാധനങ്ങൾ പരിശോധിച്ചു. മാറ്റം വന്ന പെരുമാറ്റം. എഴുത്തുകാരൻ താൻ ഒരു അധ്യാപകനാണെന്ന് പറഞ്ഞപ്പോൾ ആ വൃദ്ധന്റെ ഭ്രാന്തമായ പെരുമാറ്റത്തിന് പെട്ടെന്ന് മാറ്റം വന്നു. അയാൾ എഴുത്തുകാരന്റെ കാലുകൾ തിരുമി കയ്യിൽ 20 പൈസയുടെ നാണയം വെച്ച് സ്ഥലം വിട്ടു. ആദരവ്. ഗുരുവിനോടുള്ള ആ വൃദ്ധന്റെ ഉപബോധ മനസ്സിലെ ആദരവ് അദ്ദേഹത്തിന്റെ ഭ്രാന്തിനെ അതിജീവിച്ചു. ഭയത്തിൽ ലഭിച്ച ഈ ആദരവ് തനിക്ക് ലഭിച്ച ഏറ്റവും മികച്ച അംഗീകാരമായി എഴുത്തുകാരൻ കണ്ടു. പിറ്റേന്ന് രാവിലെയും സത്യം. പിറ്റേന്ന് രാവിലെ വൃദ്ധൻ അയൽക്കാരന്റെ അച്ഛനാണെന്നും അയാൾക്ക് മാനസിക രോഗമുണ്ടെന്നും അറിഞ്ഞു. പിന്നീട് വൃദ്ധൻ എഴുത്തുകാരന്റെ കാൽ തൊട്ട് ക്ഷമ ചോദിച്ചു. പ്രധാന ആശയങ്ങൾ. യാത്രകൾ പുതിയ തിരിച്ചറിവുകൾ നൽകുന്നു. മനുഷ്യന്റെ സങ്കീർണമായ ഭാവങ്ങൾ. ദേഷ്യം, ഭ്രാന്ത്, ആദരവ്. സംസ്കാരത്തിന്റെ ആഴത്തിലുള്ള സ്വാധീനം. ഭ്രാന്താവസ്ഥയിലും ഗുരുവിനോടുള്ള ബഹുമാനം. പ്രതിസന്ധികളിലെ ആദരവിന് അസാധാരണ മൂല്യം. പ്രധാന കഥാപാത്രങ്ങൾ: എഴുത്തുകാരൻ അമൃതലാൽ വേഗഡ്, യാത്രികൻ നിരീക്ഷണ പാടവമുള്ളയാൾ, ചോട്ടു സഹായി വിശ്വസ്തൻ, ഭ്രാന്തൻ അല്ലെങ്കിൽ വയോധികൻ ഭ്രാന്തുള്ളയാൾ എന്നാൽ ഗുരുവിനോട് ആദരവ് സൂക്ഷിക്കുന്നയാൾ, ഗ്രാമീണർ സഹായമനസ്സുള്ളവർ. ചില പ്രധാന വാക്കുകൾ: റെയിൻ ബസേര, അതായത് രാത്രി തങ്ങാനുള്ള സ്ഥലം; പഗ്ഡണ്ടി, അതായത് ഒറ്റയടിപ്പാത; ദരി, അതായത് പായ അല്ലെങ്കിൽ പരവന്താനി; ചാബുക്, അതായത് ചാട്ടവാറ്; വിക്ഷിപ്ത, അതായത് ഭ്രാന്തൻ; അവചേതൻ, അതായത് ഉപബോധം; സമ്മാൻ, അതായത് ആദരവ്. ഈ പാഠം നമുക്ക് മനുഷ്യബന്ധങ്ങളെയും സംസ്കാരത്തിന്റെ ആഴത്തിലുള്ള സ്വാധീനത്തെയും കുറിച്ച് ഒരുപാട് ഉൾക്കാഴ്ചകൾ നൽകുന്നു. നന്ദി.